തൊണ്ട ഇടറിപ്പോവുക, പറയാനുള്ള വാക്കുകൾ കിട്ടുന്നില്ല. 3.5 വർഷം കിടക്കയിലായിരുന്നു. പല്ല് തേക്കുന്നതും എടുക്കുന്നതും പിടിക്കുന്നതും 3.5 വർഷം കിടക്കയിലായിരുന്നു. 3.5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ എഴുന്നേറ്റ് വന്നത്. 3.5 വർഷം കഴിഞ്ഞിട്ട് കിടക്കയിൽ എഴുന്നേറ്റ് വന്നത്. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോയതാണ്. പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് ആളങ്ങ് വല്ലാതെയായി, കൈയും തലയൊക്കെ ഇങ്ങനെ താന്നുപോയി, അങ്ങ് വല്ലാതെ സീരിയസ് ആയിപ്പോയി. എങ്ങനെയോ ദൈവാധീനം കൊണ്ട് വീട്ടിലെത്തിയിട്ട് എനിക്ക് മനസ്സിലായില്ല, അസുഖമാണെന്ന് മനസ്സിലായില്ല. ഞാൻ ഉച്ചവരെ വെറുതെ ഇരുന്നു. പിന്നെ അടുത്തുള്ളവരെല്ലാം പറഞ്ഞ് എന്താ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നതെന്ന്. ഉടനെ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടറെ വീട്ടിൽ വരുത്തി നോക്കിയപ്പോൾ പ്രഷർ അങ്ങോട്ട് കൂടിയപ്പോൾ അടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവർ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്ത് നോക്കിയപ്പം ബ്രെയിനിൽ വന്ന് ബ്ലഡ് ക്ലോട്ടായിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനു വേണ്ടി ഒരു 5-6 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. അന്നതിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഒരു 3 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ എത്തി 4-ാമത്തെ ദിവസമായും പെട്ടെന്ന് കൈയും കാലൊക്കെ അങ്ങോട്ട് തളർന്ന്, വലത് കൈയും വലത് കാലും കൂടെ അങ്ങോട്ട് തളർന്ന് തീരെ ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വയ്ക്കാൻ വയ്യാത്തൊരു കണ്ടീഷനായിരുന്നു. പിന്നെ ഞാനും മക്കളെല്ലാവരും കൂടെ ചേർന്നാണ് ഓട്ടോയിൽ കയറ്റിയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി രാവിലെ ഒരു ഇഞ്ചക്ഷൻ, വൈകിട്ട് ഒരു ഇഞ്ചക്ഷനായിട്ട് കൊടുത്തത്. പിന്നെ ഡോക്ടർ മരുന്ന് കഴിക്കണം, പിന്നെ വീട്ടിൽ ആളിനെ വരുത്തിയിട്ട് ഫിസിയോതെറപ്പി ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ 3 മാസം തുടർച്ചയായിട്ട് ഫിസിയോതെറപ്പിയൊക്കെ ചെയ്തു. പിന്നെ മരുന്നും കഴിച്ചു. അങ്ങനെ കഴിച്ച് കുറേശ്ശെ നടക്കാനുള്ള ഇതൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് കുറേശ്ശൊക്കെ അസുഖം ബെഡിൽ നിന്ന് എഴുന്നേറ്റു സ്വന്തം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അതിന് മുമ്പേ ബെഡിൽ കിടപ്പിലായിരുന്നു, എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുത്തോണ്ടിരുന്നു. അസുഖം വന്ന സമയത്ത് മൂത്ത മോന് ഒരു ജോലി ഉണ്ടായിരുന്നു, 3000 രൂപ ശമ്പളമായിരുന്നു. അതായിരുന്നു അന്നത്തെ കണ്ടീഷൻ ഞങ്ങൾക്ക്. പക്ഷെ ആ സമയത്തൊക്കെ കുറച്ചൊരു പച്ച പിടിച്ച് സീരിയൽ വർക്കൊക്കെ ചെയ്തുകൊണ്ട് വന്നതായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അങ്ങ് കിടപ്പിലായി. മോനും ജോലിയൊന്നും ആയിട്ടില്ല, ചെറിയ മോന്. മൂത്ത മോനുള്ള വരുമാനം കൊണ്ട് അങ്ങ് ഒരു ചെറിയ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അത് ഒരു പ്രാവശ്യം മഴ പെയ്ത് വെള്ളമൊക്കെ കയറി ഉള്ള സാധനങ്ങളെല്ലാം നശിച്ചു. അങ്ങനെയായി. പിന്നെ അനിയന്മാരൊക്കെ ഗൾഫിലുള്ളവർ കുറച്ചൊക്കെ സഹായിച്ചു. അവരൊക്കെ സഹായിച്ച കൊണ്ട് അതെല്ലാം കൂടെ എടുത്ത് ട്രീറ്റ്മെൻറ്റും നടത്തി എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി സ്ഥിതിയിലായി. 1 ലക്ഷം രൂപയോളം ചിലവായി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി. ഡോക്ടർ പറഞ്ഞ് അവസാനം വരെ ഗുളിക കഴിക്കണമെന്ന്. രോഗത്തിന്റെ അസ്വസ്ഥതകൾ ഒരു ഭാഗത്ത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറ്റൊരു വശത്ത്. ശരീരവും മനസ്സും തളർത്തുന്ന പ്രതിസന്ധികളിൽ വട്ടം ചുറ്റുകയാണ് ഹരിപ്പാട് സോമൻ. മരുന്നുകൾക്കായി മാത്രം വലിയൊരു സംഖ്യ കണ്ടെത്തേണ്ടി വരുമ്പോൾ മക്കളുടെ ചെറിയ വരുമാനം മാത്രമാണ് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് പ്രതീക്ഷിക്കാനുള്ളത്. എല്ലാം കൂടെ മാസം 3000 രൂപയുടെ മരുന്ന് വാങ്ങിക്കണം. സ്ട്രോക്ക് വന്നതിന് തന്നെ 5-6 വീതം ഗുളികയുണ്ട്. ഈ ബ്ലഡ് ഓടാനുള്ള പിന്നെ ഈ അപസ്മാരം പോലെ വരും. ആ ഗുളികയുടെ എണ്ണം കുറയുമ്പോൾ അതിനുള്ള ഗുളിക, അതിനൊരു 5-6 ഗുളിക. പിന്നെ മൊത്തം സ്കിൻ പ്രോബ്ലമാണ്, അതിനുള്ള ഓയിൽമെൻറ്റ്, പിന്നെ കണ്ണിലൊഴിക്കാൻ മരുന്ന്. ഇങ്ങനെ 10-3000 രൂപ വേണം മാസം. ഇപ്പോൾ പെൻഷൻ വന്നുകൊണ്ടിരുന്നതാണ്, അതും നിന്നു. ഇപ്പോൾ പെൻഷൻ 2 എണ്ണം ഉണ്ടായിരുന്നു കേരള ഗവൺമെൻറ്, അത് 1000 രൂപ വരുന്നത്, അതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. പിന്നെ വേറെ NFDCയുടെ ഒരു 750 രൂപ, അതിപ്പോൾ 1 വർഷമായിട്ട് നിർത്തി വെച്ചിരിക്കുക, അത് കിട്ടുന്നില്ല. ഇപ്പോൾ കാശിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഗുളിക വാങ്ങിച്ചുകൊണ്ടുവന്ന് കഴിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വരുമാനവും ഇല്ല. ഈ പറഞ്ഞ തന്നെ സിനിമാ സംഘടനകൾ ഒന്നും സഹായിച്ചില്ല. പരിഷത്ത് നിന്ന് കുറച്ച് പൈസ തന്നു. പിന്നെ ഈയിടെ യൂണിയനിൽ എന്തോ ഒരു പഴയ ജൂനിയർ ആർട്ടിസ്റ്റിനെ എന്നും പറഞ്ഞ് ഏതാണ്ട് കുറച്ച് പൈസ കൊടുത്തു. കേരളത്തിൽ നിന്നൊന്നും കിട്ടിയില്ല. രാജീവ്കുമാർ സാറിനൊക്കെ എഴുതി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മെഡിസിൻ ബില്ലൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മെഡിസിൻ ബില്ലൊക്കെ മോൻ ചോദിച്ചപ്പോൾ മോനങ്ങ് കൊടുത്തു ഞാൻ. അപ്പോൾ അന്നേരത്തെ ഇതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാത്തിനും ഞാൻ വേണമല്ലോ പോകാനും വരാനും, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് വിട്ടു. ഒന്നും കിട്ടില്ല, ആരുടെ ഒരു സഹായവും ഇല്ല, കിട്ടിയിട്ടില്ല. മക്കൾ മൂത്ത മോന് എയർടെൽ ജോലി ചെയ്യുന്നു, അവന് 7000 രൂപ ശമ്പളമുണ്ട്. ചെറിയവന് സദർലാൻഡിൽ വർക്ക് ചെയ്യുന്നു, 5000 രൂപ ശമ്പളമുണ്ട്. ആകെ 12000 രൂപ ശമ്പളമാണ്. അതിൽ വീട്ടിൽ ചിലവ് മൊത്തം മക്കളാണ് ഇപ്പം നോക്കുന്നത്. അവരുടെ ഇതുകൊണ്ട് മാത്രം ഇങ്ങ് കഴിഞ്ഞു പോകുന്നു. കഠിനമായി അധ്വാനിക്കാനുള്ള ഒരു മനസ്സ്
ഇപ്പോഴും ഈ മനുഷ്യനിൽ ഉണർന്നിരിപ്പുണ്ട്. പക്ഷേ തളർന്നുപോയ ഒരു ശരീരത്തിന് മനസ്സിന്റെ കൽപ്പനയ്ക്കൊപ്പം സഞ്ചരിക്കാനാവില്ല എന്ന യാഥാർത്ഥ്യം ഈ മനുഷ്യൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് കൂടുതൽ പരിക്ഷീണനാക്കുകയാണ് ഇദ്ദേഹത്തെ. രോഗം കിടത്തിക്കളയുക മാത്രമല്ല, കടുത്ത സാമ്പത്തിക ബാധ്യത കൂടി സോമന്റെ തലയിൽ ഏറ്റുവെക്കുകയും ചെയ്തു. ഇപ്പോഴും 10-50,000 രൂപയുടെ കടമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ തന്ന് സഹായിച്ചവരൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? അതെപ്പോഴാണ് ചോദിക്കുക എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ. വീണ സമയത്ത് നമ്മുടെ കൈ കാശില്ലല്ലോ. ഓരോരുത്തരെ അറിയിച്ചപ്പോൾ ഓരോരുത്തരും അവരെ കൊണ്ട് പറ്റുന്നത് സഹായിച്ചു. തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് എപ്പോഴാണ് ചോദിക്കുക എന്നുള്ള അറിയത്തില്ല. സിനിമയിൽ വന്നിട്ട് ഒന്നും മിച്ചം പിടിച്ചിട്ടൊന്നുമില്ല. ഉള്ള കാശ് 200-300 കിട്ടുന്നു, ചിലവ് ചെയ്യുന്നു, വാടക കൊടുക്കുന്നു, കഴിക്കുന്നു. ഇതന്നെ, ഒന്നും മിച്ചമൊന്നുമില്ല, ഒരു സമ്പാദ്യവും ഇല്ല.